ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും കോയിനൊക്കെ കൊടുത്തു. അപ്പം ആരിനാണ് ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടിയേക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ഗ്രൂപ്പിസം നടന്നിട്ടുണ്ട്. ഈ ഒരു എല്ലാ ടാസ്കിനകത്തും ഉണ്ടല്ലോ, എല്ലാ ടാസ്കും കഴിയുന്ന സമയത്ത് നല്ലപോലെ പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കോയിൻ കൊടുക്കാറില്ല. അവിടെയും ഗ്രൂപ്പിസം കാണിച്ചാണ് കോയിൻ കൊടുക്കുന്നത്. ഇവിടെ ആരിനാണ് കൂടുതൽ കോയിൻ കിട്ടിയിട്ടുള്ളത്. എന്തൊക്കെ പറഞ്ഞാൽ ആര്യനും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ആര്യൻ പെർഫോം ചെയ്തിട്ടുണ്ട്, അനുമോള് പെർഫോം ചെയ്തിട്ടുണ്ട്, അതുപോലെ സാബുമാനും പെർഫോം ചെയ്തിട്ടുണ്ട്. ആര്യന് കിട്ടിയതിൽ കുഴപ്പമൊന്നുമില്ല. പുള്ളിക്കാരൻ നല്ലപോലെ എഫോർട്ട് ഇട്ട് ചെയ്തിട്ടുണ്ട്. കിട്ടിയ ആ ഒരു ക്യാരക്ടറും മായമോഹിനിയിലെ ദിലീപിൻ്റെ റോളായിരുന്നു. നല്ലപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെയ്തില്ലെന്നല്ല, ആര്യന് നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ കോയിൻ കുറച്ചും കൂടെ കിട്ടാൻ യോഗ്യത എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെൻ്റെ അഭിപ്രായമാണ്, അനുമോക്കാണ് കുറച്ചും കൂടെ കോയിൻ കൂടുതൽ കിട്ടാൻ യോഗ്യത എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അവിടെയും ഗ്രൂപ്പിസം കാണിച്ച് അനുവിന് കോയിൻ കൊടുത്തില്ല. അത് നോക്കണം. അത് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പം ആര്യനൊക്കെ നല്ലോണം പെർഫോം ചെയ്ത് ശരിയാണ്. പക്ഷേ ഇവിടെ ഒരു സൈഡ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അനുമോൾ ഇവരെല്ലാം ഒരുക്കാനായാലും ഈ പറഞ്ഞിട്ടുള്ള ആര്യനായിക്കോട്ടെ, അനീഷിനെ ആയിക്കോട്ടെ, ഇവരെല്ലാം മേക്കപ്പ് ചെയ്യാനായാലും ഒരുക്കാനായാലും ഹെൽപ്പ് ചെയ്യാനായാലും അതിനകത്തും ഈ പറഞ്ഞിട്ടുള്ള അനുമോള് കുറച്ച് എഫോർട്ട് ഇട്ടു. അപ്പം എന്തുകൊണ്ടും അവിടെ കുറച്ച് കോയിൻ ആര്യനേക്കാളും കുറച്ച് കൂടുതൽ കോയിൻ അവിടെ അനുമോക്കാണ് കിട്ടേണ്ടതെന്ന് എനിക്ക് തോന്നി. പുള്ളിക്കാരി നല്ല രീതിയിൽ പെർഫോമും ചെയ്തു, അതുപോലെ ഓടി നടന്ന് എല്ലാവരെയും മേക്കപ്പും ചെയ്തു, ഹെൽപ്പും ചെയ്തു. അപ്പം അത് വെച്ച് നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം ഇവിടെ ആര്യന് കിട്ടിയിട്ടുള്ള കോയിൻ വെച്ചിട്ട് 10ാമത്തെ ആഴ്ചയിലെ സൂപ്പർ പവർ എന്തെങ്കിലും സൂപ്പർ പവർ ഉണ്ട്. എനിക്ക് തോന്നുന്നു നോമിനേഷൻ ഫ്രീ എങ്ങനെ ആയിരിക്കും. എന്തായാലും ടോപ്പ് 4ൽ ആര്യന് ഉറപ്പിക്കാം. കാരണം 10ാമത്തെ ആഴ്ചയിലെ പവർ കിട്ടുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ആര്യന് അതിലൂടെ ഈസി ആയിട്ട് കയറി പോകാൻ തോന്നുന്നു. അപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അനുമോള്, അതുപോലെ ഷാനവാസ്, അനീഷ്, എൻ്റെ ഒരു ടോപ്പ് 3 ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നിങ്ങളാർക്കെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. ഇത് എൻ്റെ ഒരു ടോപ്പ് 3 ആണ് ഞാൻ പറഞ്ഞത്. അനുമോള്, അതുപോലെ ഷാനവാസ്, അനീഷ്. ഇപ്പം ആര്യനും കൂടെ ചേർത്ത് ടോപ്പ് 4 4 പേര് കേട്ടോ. എൻ്റെ ഒരു ടോപ്പ് 4 ആണ്. കാരണം 10ാമത്തെ ആഴ്ചയിലെ പവർ കിട്ടുമ്പോൾ ആര്യനും കയറൂടെ. പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇനി അവരെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ, കാരണം ആദിലയുണ്ട്, അക്ബറുണ്ട്, നൂറയുണ്ട്. സത്യം പറഞ്ഞാൽ നൂറയൊക്കെ എന്തുവാണ് ചെയ്യുന്നത് അല്ലേ? സത്യം പറഞ്ഞാൽ നൂറയൊന്നും ഒന്നും ചെയ്യുന്നില്ല. ആരെയൊക്കെയോ എന്തൊക്കെയോ ഒരു സഹായം കൊണ്ട് നിന്ന് പോകുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നൂറ ചെയ്യുന്നതായിട്ട് എനിക്ക് ആദിലെ പിന്നെയും കുത്തിത്തിരിപ്പും വഴക്കെങ്കിലും ഉണ്ടാക്കുന്നുണ്ട്, അനീഷിനെ ചൊറിഞ്ഞു വഴക്കെങ്കിലും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ നൂറ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ. നൂറ ഒരു കുന്തം നൂറക്ക് കിട്ടിയ നല്ലൊരു ക്യാരക്ടറാണ്. അതുപോലും ആ ഒരു ക്യാരക്ടറിൽ നിന്ന് ആ ഒരു ടാസ്കിൽ ആ നല്ലൊരു ക്യാരക്ടർ കിട്ടിയിട്ട് പോലും അതുപോലും നൂറ നല്ലതുപോലെ ചെയ്തിട്ടില്ല. ആ ഒരു സമയമാകുമ്പോൾ മാത്രം പോയി ഡാൻസ് കളിക്കുക, അല്ലാതെ അതിനകത്ത് ആ ഒരു ക്യാരക്ടർ റോളിനകത്ത് നിന്നിട്ട് പോലും ഇല്ല നൂറ. അല്ലാതെ തന്നെ നൂറ ഒന്നും കളിക്കുന്നില്ല കേട്ടോ. പിന്നെ അപ്പോൾ ഇവിടെ ഗ്രൂപ്പിസം എന്ന് പറയാൻ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല പക്ക ഗ്രൂപ്പിസം എന്ന് പറഞ്ഞാൽ പക്ക ഗ്രൂപ്പിസം. ഇവിടെ നെവിൻ, ഒന്നും ചെയ്യാത്ത നെവിൻ 9 കോയിൻ, കുറച്ചെങ്കിലും പെർഫോം ചെയ്തിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല, കലയുമായിട്ടും ഒരു ബന്ധമില്ലാത്ത അനീഷിന് കിട്ടിയേക്കുന്ന 8 കോയിൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഗ്രൂപ്പിസം, നല്ല രീതിയിൽ ഗ്രൂപ്പിസം ഉണ്ട്. അപ്പോൾ ഇവിടെ അനീഷ് ജോക്കർ മൂവിയിലെ ദിലീപിൻ്റെ റോളായിരുന്നല്ലോ ചെയ്തത്. അപ്പോൾ അനീഷിന് കിട്ടിയേക്കുന്ന 8 കോയിനാണ്. ഇവിടെ ഗ്രൂപ്പിസം നോക്കിക്കോണം. ഇവിടെ ഷാനവാസും ആദിലയും അനീഷിന് ഒരു കോയിൻ പോലും കൊടുത്തില്ല. നോക്കിക്കോണം ഇവിടെ ഗ്രൂപ്പിസം കേട്ടോ. കാരണം ബാക്കി എല്ലാവരും ഓരോ കോയിൻ വീതെങ്കിലും കൊടുത്തു. അങ്ങനെ 8 കോയിൻ അനീഷിന് കിട്ടി. എന്നിട്ടും ഷാനവാസും ആദിലയും കൊടുത്തില്ല. പക്ക ഗ്രൂപ്പിസം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അനീഷ് ഒന്നും അറിയാഞ്ഞിട്ട് പോലും പുള്ളിയെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലെങ്കിലും ഒരു കോയിൻ കൊടുക്കണമായിരുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിവിന് കിട്ടിയിരിക്കുന്ന ഗാന്ധർവത്തിലെ സാമൂലിൻ്റെ ക്യാരക്ടറായിരുന്നു. അപ്പം നിവിന് കിട്ടിയിരിക്കുന്ന 9 കോയിൻ. നോക്കിക്കോണം, അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള അനീഷിന് കിട്ടിയിരിക്കുന്നത് 2 ദിവസം നല്ല രീതിയിൽ അത്യാവശ്യം പെർഫോം ചെയ്തിട്ടുള്ള അനീഷിന് കിട്ടിയിരിക്കുന്നത് 8 കോയിനും. ഒരു ദിവസം സത്യം പറഞ്ഞാൽ നിവിൻ ഇന്നത്തെ ടാസ്കിൽ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ചെയ്തിട്ടുള്ളത്. അതുമില്ല, കാലുളുക്കി, ചെറിയൊരു ആക്സിഡൻറ്റ്, കാലുളുക്കിയിട്ട് ചെയ്ത അതിൻ്റെ പേരിലാണ് നല്ലോണം ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ കോയിൻ കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒന്നും ചെയ്തില്ല നെവിൻ. അപ്പം നെവിൻ സത്യം പറഞ്ഞാൽ അനീഷിനെക്കാളും എന്തൊക്കെ പറഞ്ഞാലും നിവിനെക്കാളും അനീഷാണ് എന്തൊക്കെ പറഞ്ഞാലും കോയിന് അർഹതപ്പെട്ടത്. അപ്പോൾ അവിടെയും ഗ്രൂപ്പിസം കളിച്ചാണ് കോയിൻ കുറച്ചത്. ഇനിയിവിടെ ഷാനവാസിന്
ഷാനവാസിന് കിട്ടിയിരിക്കുന്നത് മോഹൻലാലിൻ്റെ ക്യാരക്ടർ വേലായുധൻ്റെ കേട്ടോ, നരൻ മൂവിയിലെ. പുള്ളിക്ക് നിവിൻ കോയിൻ കൊടുത്തിട്ടില്ല, ബാക്കി എല്ലാവരും കൂടെ ചേർന്നിട്ട് ഓരോ കോയിൻ വെച്ചിട്ട് 10 കോയിൻ കിട്ടിയിട്ടുണ്ട്. അനുമോൾ കിലുക്കത്തിലെ രേവതിയായിട്ടായിരുന്നു കേട്ടോ, രേവതിയായിട്ടായിരുന്നു. അപ്പം അനുമോക്ക് സാബുമാൻ 2 കോയിൻ കൊടുത്തിട്ടുണ്ട്, അനീഷ് 3 കോയിൻ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കോണം ഇവിടുത്തെയും ഗ്രൂപ്പിസം നോക്കിക്കോണം. നിങ്ങൾ എല്ലാവരും പറയുമല്ലോ ആദില അനുമോളെ ബെസ്റ്റ് ഫ്രണ്ടാണ്, മറ്റേതാണ് മറിച്ചാന്ന് പറയുമല്ലോ. ഇവിടുത്തെയും ഗ്രൂപ്പിസം നോക്കിക്കോണം. അനുമോക്ക് അനീഷ് കൊടുത്തിരിക്കുന്നത് 3 കോയിൻ. അനീഷിനെ അറിയാം, അനുമോള് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെന്ന്. അതുപോലെ നൂറയും 3 കോയിൻ കൊടുത്തിട്ടുണ്ട്. ബിന്നി 1 കോയിനാണ് ബിന്നി കൊടുത്തിട്ടുള്ളത്. കാരണം അറിയാമല്ലോ 16 ലക്ഷത്തിൻ്റെ PR അതൊക്കെ ആയിരിക്കും മനസ്സിൽ വെച്ചിട്ടുള്ളത്. ഇത്രയും നല്ല പെർഫോം ചെയ്തിട്ടുള്ള ഇവിടെയും ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് വൈരാഗ്യത്തോടെ ഈ ടാസ്ക് ലാലേട്ടൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് മിക്കവാറും ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കും കേട്ടോ. കാരണം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന അവർക്ക് കോയിൻ കൊടുക്കും. അവിടെയും മനസ്സിലെ വൈരാഗ്യവും മനസ്സിലെ അഴുക്കും വെച്ചുകൊണ്ടാണ് കോയിൻ കൊടുക്കുന്നത്. ഇത്രയും നല്ലപോലെ പെർഫോം ചെയ്തിട്ടുള്ള അനുമോക്ക് ബിന്നി കൊടുത്തേക്കുന്ന 1 കോയിൻ, അത് എന്തിനാണോ അത് കൊടുത്തത്, ഞാനത് ആലോചിക്കുന്നത്. അതും കൊടുക്കണ്ടായിരുന്നു, അത് വേണ്ടത്. ആര്യൻ 2 കോയിൻ കൊടുത്തിട്ടുണ്ട്, ആദില 2 കോയിൻ. കണ്ട, ആദിലയുടെയും ഗ്രൂപ്പിസം നോക്കിക്കണം. അല്ലാത്തപ്പോൾ അനുമോളെ കൂടെ ഇരുന്നിട്ട് അങ്ങോട്ട് വാരി അങ്ങോട്ട് വിതറുവാണ് സ്നേഹം. സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്, വോട്ടിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ആദില ഇവിടെ കൊടുത്തേക്കുന്നത് 2 കോയിൻ. അനീഷ് വരെ കൊടുത്തിട്ടുണ്ട് 3 കോയിൻ. എന്തുകൊണ്ട് ഇത്രയും നല്ലോണം പെർഫോം ചെയ്തിട്ടുള്ള അനുമോക്ക് ഈ ആദില എവിക്ഷൻ്റെ ടൈമിൽ നമ്മൾ കണ്ടയാണല്ലോ, ഈ ജിസയിൽ പോകുന്ന സമയത്ത് ഈ ആദില അനുവിനെ പറ്റിയിട്ട് വാനോളം പുകഴ്ത്തി പറയുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും പുകഴ്ത്തി പറയുന്നതും കെട്ടിപ്പിടിക്കുന്നതും. ഇനിയെങ്കിലും ഈ അനുവിന് ഈ ആദിലയുടെ സ്വഭാവം ഇനിയെങ്കിലും മനസ്സിലാവുന്നില്ലെന്ന് ഓർക്കുമ്പോഴാണ് ഈ ആദില കൊടുത്തേക്കുന്ന 2 കോയിൻ. ഷാനവാസ് 2 കോയിൻ, അത് ഗ്രൂപ്പിസമാണ്, രണ്ടുപേരും കൂടെ ചേർന്നിട്ടുള്ള പരിപാടിയാണ്. ലക്ഷ്മി 2 കോയിൻ, അക്ബർ 1 കോയിൻ. അവർക്കൊന്നും പിന്നെ കൊടുക്കത്തില്ലല്ലോ, അക്ബറൊന്നും കൊടുക്കത്തില്ല. നെവിൻ കോയിൻ കൊടുത്തിട്ടില്ല. നെവിൻ്റെ വേറൊരു കളിയായിരുന്നു. ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. നെവിൻ ഇതിനകത്ത് കുറച്ച് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടാണ് കോയിൻ കൊടുക്കാതിരുന്നിട്ടുള്ളത്. അത് പറയുന്നുണ്ട് അനുമോളടുത്ത്, ഞാൻ കോയിൻ തരത്തില്ലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ലൈവിനകത്ത്. പിന്നെ ആദിലയ്ക്ക് ഒന്നും ചെയ്യാത്ത ഒരു കഴിവില്ലാത്ത ആദിലയ്ക്ക് ഷാനവാസും നൂറയും കൂടെ ചേർന്നിട്ട് ഓരോ കോയിൻ വീതം കൊടുത്തിട്ടുണ്ട്. നോക്കിക്കോണം, ഗ്രൂപ്പിസം നോക്കിക്കോണം. കുറച്ചെങ്കിലും ആദിലേക്കാളും കുറച്ചെങ്കിലും അവിടെ ചെയ്തിട്ടുള്ള അനീഷിന് ഒരു കോയിനും ഇവർ കൊടുത്തിട്ടില്ല. പക്ഷേ ആദില പെങ്ങള് കുട്ടിയാണല്ലോ, പെങ്ങള് കുട്ടിയും പിന്നെ ബേബിയൊക്കെ ആണല്ലോ, നൂറാട് ബേബിയും പിന്നെ ഷാനവാസിന്റെ പെങ്ങളുട്ടിയാണല്ലോ. അപ്പം ഓരോന്നെങ്കിലും കൊടുത്തില്ലെങ്കിൽ അത് മോശമില്ല, അതുകൊണ്ടായിരിക്കാം. ഒന്നും ചെയ്തില്ലെങ്കിൽ ഓരോ കോയിനെങ്കിലും അവർ കൊടുത്തിട്ടുണ്ട്. സ്നേഹം കണ്ടില്ലേ ഷാനവാസിന്റെ പെങ്ങളുട്ടിയോടുള്ള സ്നേഹം. നേരെ മറിച്ച് നല്ലോണം കുറച്ചെങ്കിലും പെർഫോം ചെയ്തിട്ടുള്ള അനീഷിന് 1 കോയിനെങ്കിലും കൊടുത്താണെങ്കിൽ നമുക്കതിൽ പറയാമായിരുന്നു, ഇതിനകത്ത് ഗ്രൂപ്പിസം ഇല്ലെന്ന് പറയാമായിരുന്നു അല്ലേ. എന്തായാലും കൊള്ളാം. പിന്നെ ലൈവില് നമ്മളൊരു പ്രൊമോ ഉണ്ടായിരുന്നല്ലോ, ആര്യനും അതുപോലെ ലക്ഷ്മിയും കടന്നിട്ട് പൂരാതി വരക്ക്. ആര്യൻ കുളിക്കാൻ പോയ സമയത്ത് മറ്റേ ചപ്പാത്തി മാവ് കുഴച്ചിട്ട് തറയെ വെച്ചെന്ന് പറഞ്ഞു. അപ്പോൾ എലിയും കിലിയും പുലിയൊക്കെ ഓടുന്ന തറയാണെന്ന് പറഞ്ഞിട്ട് OCDയുടെ അസുഖമുള്ള ലക്ഷ്മി അവിടെ കിടന്നിട്ട് ഭയങ്കര പ്രശ്നം. ഇതൊക്കെയാണോ ഞങ്ങൾ കഴിക്കേണ്ടത്, ഇതൊക്കെയാണോ നമ്മൾ തിന്നണ്ടതെന്നൊക്കെ പറഞ്ഞ ലക്ഷ്മി അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. പുള്ളിയിലെ ടാസ്കിൽ നിൽക്കുന്ന സമയത്ത് പുള്ളിക്കാരിയുടെ കയ്യിലും കഴുത്തിലും കാലിലൊക്കെ ഒരു മറ്റേ റിബൺ കെട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ റിബൺ മുക്കിയിട്ട് പുള്ളിക്കാരി കറി കറിക്കകത്തിട്ട് സാമ്പാർ കറി ഉണ്ടല്ലോ, സാമ്പാർ കറിക്കകത്ത് തവിയിട്ട് ഇളക്കുന്ന രംഗമാണ് കാണിക്കുന്നത്. അത് ബിഗ് ബോസ് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അതെല്ലാവർക്കും വിളമ്പി കൊടുക്കുന്ന ഓരോ പ്ലേറ്റ് എടുത്ത് വിളമ്പുമ്പോൾ റിബൺ ഒന്ന് മുക്കി കൊടുക്കുന്നുണ്ട്, വീണ്ടും റിബൺ ഒന്ന് മുക്കി കൊടുക്കുന്നുണ്ട്. അടിപൊളി, സൂപ്പർ കേട്ടോ. OCDയുടെ അസുഖമുള്ള ലക്ഷ്മി ഇതൊന്നും അറിയുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക്. അപ്പം മറ്റുള്ളവരെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ ലക്ഷ്മിക്ക് എന്തൊരു കഴിവാന്ന് നോക്കണം അല്ലേ. ഇത്രയും വൃത്തിയുള്ള ലക്ഷ്മി എവിടെയൊക്കെ കിടക്കുന്ന റിബണൊക്കെയാണ് ഈ ബിഗ് ബോസ് മേടിച്ചുകൊണ്ടിട്ട് കൊടുത്തത്. ആ റിബൺ കയ്യിൽ കെട്ടിയിട്ട് അത് മറ്റേ സാമ്പാർ കുക്കറിൻ്റെ അകത്തോട്ട് അത് ഇറക്കി വെച്ചിട്ട് ഓരോ തവിയിട്ട് കോരുമ്പോഴും അതിനകത്ത് ഓരോ വട്ടം മുക്കിയാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അതൊക്കെ നല്ല ടേസ്റ്റോടുകൂടി നക്കി അടിച്ച് കഴിക്കുന്ന ടീമുകളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. എന്തായാലും കൊള്ളാം, സൂപ്പർ ലക്ഷ്മി, അടിപൊളി കേട്ടോ. OCDയുടെ അസുഖം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും കാണിക്കില്ലായിരുന്നു കേട്ടോ. ഇതില്ല മറ്റേ കൊച്ചിനീഫയുടെ ഒരു പടത്തിനകത്ത് സാമ്പാറിനകത്ത് ജെട്ടി വീണ് കിടക്കത്തില്ലേ, അതേപോലെ ആയിരുന്നു കേട്ടോ. ഇതുപോലെ ജെട്ടിയുടെയൊക്കെ തുണിയൊക്കെ ആയിരിക്കും കൊടുത്തേക്കുന്നത്, അല്ലാതെ എന്തോ വല്ല എവിടേക്കിലൊക്കെ കിടക്കുന്ന പഴം തുണിയൊക്കെ ആയിരിക്കും എടുത്ത് കൊടുത്തേക്കുന്നത്.
എന്തായാലും ഇതൊന്നും അറിയാതെ കണ്ണും പൂട്ടി അതൊക്കെ സാമ്പാർ വാരിക്കൂരി അടിച്ച ആൾക്കാരൊക്കെ ഒന്നും പറ്റാതിരിക്കട്ടെ. അപ്പം എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം സീ